ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പള്ളിയിലെ ജമാഅത്ത് ഒഴിവാക്കാമോ? ഒറ്റടിക്ക് അങ്ങനെ പറ്റൂല എന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ ഒരുപാട് വിശദീകരണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കയറി വന്നിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് പള്ളിയിൽ പോവാതെ വീട്ടിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മഹാനായ ബഅസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുശ്റുൽ കരീമിൽ അത് പറയുന്നുണ്ട്. ഇയാൾ പള്ളിയിൽ പോവാതെ വീട്ടിലിരിക്കുമ്പം പള്ളിയിലെ ജമാഅത്ത് മുടങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ അവിടുത്തെ ജമാഅത്തൊരു ചിഹ്നാണല്ലോ, നാടിന്റെ ചിഹ്നാണല്ലോ. അപ്പം ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാകുമ്പോൾ ആ ചിഹ്നം മുടങ്ങാനും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ അവിടെ ജമാഅത്ത് മുടങ്ങുന്നൊന്നുമില്ല, അവിടെ വ്യക്തമായിട്ട് ജമാഅത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ജമാഅത്ത് നടക്കുകയും ചെയ്യും, ഭാര്യയ്ക്ക് ജമാഅത്ത് അങ്ങനെ കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഇത് പറയുന്നത്. എന്നാൽ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖാസിം അൽ അബ്ബാദി റഹിമഹുല്ല തുഹ്ഫ അധികരിച്ചുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഏതിനാണ് പുണ്യം, ഏതിനാണ് കൂലി എന്ന് പറയുന്ന ആളുകൾക്കാണ് ഇതൊക്കെ, അല്ലാത്തവർക്ക് ഇപ്പൊ എന്തിനാ അതൊക്കെ, മനസ്സിലായില്ല? അപ്പൊ കൂലികളും അതുപോലെ തന്നെ പുണ്യങ്ങളും കൂടുതൽ വാങ്ങലല്ല ലക്ഷ്യം. എന്നാ പള്ളിയിൽ അവിടെ ജമാഅത്ത് നടക്ക്, ജമാഅത്ത് കഴിഞ്ഞിട്ട് ഭാര്യയും കൂട്ടി വേറെ ജമാഅത്തിന് കൂലി ഇഷ്ടം പോലെ കിട്ടൂല, അതല്ലേ ശ്രേഷ്ഠത എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖാസിം അൽ അബ്ബാദി റഹിമഹുല്ല വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. ഇതിന്റെ രണ്ടാം വാള്യം ഇതിന്റെ 252 പേജിൽ ഉണ്ടോ, പള്ളിയിൽ പോയിക്കൊണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, എന്നിട്ട് വീട്ടുകാരെ കൊണ്ട് വേറെ ജമാഅത്ത് വീട്ടിൽ നിസ്കരിക്കുക, അതാണ് ശ്രേഷ്ഠത. എന്തിനേക്കാളും മിൻ ഇക്തിസാരിഹി അലാ അഹദിഹിമാ, ഒന്നൊന്നിന്റെ മേൽ ചുരുക്കുന്നതിനേക്കാളെ. പള്ളിയിൽ പോവാതെ വീട്ടിൽ ജമാഅത്ത് എടുക്കുമ്പോൾ എന്തായി, ഒരു ജമാഅത്തോടെ ചുരുങ്ങി. അപ്പൊ ഒന്ന് ചുരുക്കണ്ട, രണ്ടും കൂടി ഞാൻ എടുത്താൽ മതി. വഹുവ ഖരീബുൻ, അതാണ് നമുക്ക് മനസ്സിലായി എളുപ്പമായിട്ട് കിട്ടണതും അത് തന്നെയാണ് നല്ലതും എന്നുള്ളത്. അതൊന്ന് ഏറ്റുപിടിക്കുന്നുണ്ട് മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫ അധികരിച്ചുകൊണ്ട് ആശയത്തു ഷർവാനിയിലും ഇബ്നു ഖാസിം അൽ അബ്ബാദി പറഞ്ഞിട്ടുണ്ട് എന്ന് ആശയത്തു ഷർവാനിയിൽ ഇമാം ഷർവാനി തങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പള്ളിയിൽ പോയി ജമാഅത്ത് നടത്തുക, എന്നിട്ട് അവിടെ ജമാഅത്ത് പിന്നെ എന്തുണ്ട്? അപ്പൊ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുന്നതിനും പ്രശ്നം വരില്ല, ഒരു നിലക്കും പിന്നെ എന്താകുന്നില്ല, എവിടെയും പ്രശ്നം വരുന്നില്ല, മനസ്സിലായില്ലേ? കാരണം എന്താ, നമ്മൾ പോയില്ല എന്ന് അവിടെ അങ്ങനത്തെ വിഷയമല്ല, നമ്മൾ പോകുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പള്ളിയിലെ ജമാഅത്തിന് യാതൊരു കോട്ടോ കുറവോ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ വ്യക്തമായിക്കൊണ്ട് ജമാഅത്ത് നല്ല മട്ടം പോലെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്കുള്ള ജമാഅത്ത് കിട്ടുന്നും ഉണ്ട്. അതായിരിക്കൂലേ നല്ലത്? അപ്പൊ ശ്രേഷ്ഠത തേടിപ്പോകുന്നവർക്ക് അതായിരിക്കും നല്ലത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത് കേട്ടോ.